2026 ജൂൺ മാസത്തെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. സർക്കാരിൽ നിന്നും ഏതെങ്കിലും നടപടികളുണ്ടെങ്കിൽ നിർത്തിവെക്കും. ജപ്തി നടപടിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ടാക്സ് സംബന്ധിച്ച പ്രശ്നങ്ങളോ എന്ത് നടപടി ഉണ്ടെങ്കിലും അതെല്ലാം നിർത്തിവെക്കുന്നതാണ്. ചതിയന്മാരും ശത്രുക്കളും കുറച്ചൊന്ന് അടങ്ങിയിരിക്കും. ഈ സമയത്ത് ഒരിടത്തും ഒരു സുഖവുമില്ല, എവിടെ ചെന്നാലും ഒരു സുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. എവിടെയും ചെന്നിരുന്നാലും മനസമാധാനവും സുഖവും ലഭിക്കുന്നു. ബന്ധുക്കൾക്ക് ഉണ്ടായിട്ടുള്ള, അതായത് നിങ്ങളെ കൊണ്ട് ബന്ധുക്കൾക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ അത് സകലതും മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ സാധിച്ചു കിട്ടും. വെറുതെ അലഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മൾ വെറുതെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി അലയരുത്. അത് കാര്യം നടക്കുമെങ്കിൽ മാത്രം അതിന് പോവുക. വീട് നിർമ്മാണത്തിലിരിക്കുന്ന, വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ നിർമ്മാണം പൂർത്തിയാക്കി പാലുകാച്ച് താമസിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉടൻ തന്നെ. ധനനഷ്ടം ഉണ്ടാകാനുള്ള വഴികൾ, ഇപ്പോൾ പല രീതിയിലും ധാരാളം പാഴ് ചെലവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കണ്ടുപിടിച്ച് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനി രജിസ്ട്രേഷൻ, അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ സംരംഭം നിങ്ങൾ തുടങ്ങാനിരിക്കുന്നുവെങ്കിൽ അതിൻ്റെതായ ലൈസൻസ്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കും. അതുപോലെ വീടിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പ്ലാൻ അംഗീകരിച്ച് കിട്ടും. ലോണ് ലഭിക്കുന്നതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ടാക്സ് സംബന്ധിച്ച്, ഇപ്പം GST അങ്ങനെയൊക്കെയുള്ള ടാക്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അതും നിങ്ങൾക്ക് അംഗീകരിച്ച് അതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനൊന്നും ഒരു താമസം ഉണ്ടാകാതെ ഈ മാസം മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൃഷിക്കാർക്കും പ്ലാന്റേഷൻ മേഖലയിലുള്ളവർക്കും ഏറെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനും ഒരു തടസ്സം കാണുന്നില്ല. 7 ശനിയുടെ കാഠിന്യം ഈ ഗുരു സംക്രമണത്താൽ നിങ്ങൾക്ക് അത് ഇല്ലാണ്ടാകുന്നു. ദോഷങ്ങളില്ലാണ്ടായി ഗുണഫലം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അമിത ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്കുള്ള സ്ഥലം മാറ്റം, ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം കിട്ടിയാൽ അത് വളരെ നേട്ടമുണ്ടാകുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും അവർക്ക് സ്ഥലം മാറ്റം കിട്ടുന്നത്. ജോലി തേടി വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഏറെ ഗുണപ്പെട്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടും. അതുപോലെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും പഠനത്തിന് വേണ്ടിയുള്ള വിസ അങ്ങനെയുള്ള നടപടികളെല്ലാം വേഗം പൂർത്തിയാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള വരുമാനത്തിന് പുറമെ നിങ്ങൾക്കിപ്പോൾ ശമ്പളമോ മറ്റുള്ള എന്തെങ്കിലും വ്യാപാരമോ ഒരു വരുമാനം ഉണ്ടെങ്കിൽ പോലും അഡീഷണലായി ഒരു വരുമാന മാർഗം കൂടി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ വഴക്ക് മൂലം പിരിഞ്ഞു കഴിയുന്ന ദമ്പതിമാർ തമ്മിൽ ഒന്നിക്കുവാൻ സാധിക്കുന്നു. ആരോഗ്യം തൃപ്തികരമാകുന്നു. അസുഖങ്ങൾ മാറിക്കിട്ടുന്നു. നാൽക്കാലികളിൽ നിന്നും ലാഭം കിട്ടുന്നു. അതിന് വ്യാപാരം ചെയ്യുന്നവർക്കും ക്ഷീര കർഷകർക്കെല്ലാം വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. കോടതി കേസുകൾ, റിമാൻഡുകൾ എന്നിവയ്ക്ക്, അതായത് കോടതിയിൽ കേസുണ്ടെങ്കിൽ അതിന് വിജയം ലഭിക്കുകയോ അത് കോടതിക്ക് വെളിയിൽ വെച്ചൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അതുമൂലം നിങ്ങൾ ആ കേസ് രാജിയാവുകയോ ചെയ്യുന്നു. ഇനി റിമാൻഡിൽ കഴിയുന്നവർക്ക് ജാമ്യം കിട്ടാനുള്ള മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ചില ഗ്രഹങ്ങൾ, ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതാൽ ചിലർക്ക് മോശഫലങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ചെറിയ ദുരിതങ്ങൾ വരാൻ, അസുഖം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിവേകം മൂലം പല തിരിച്ചടികളും വരാം. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം തിരിച്ചടി ഉണ്ടാകും. അന്യന്മാരിൽ നിന്നും പല രീതിയിലുള്ള ചതുവ് പറ്റാൻ നിങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഏത് വഴിക്കാണ് ചതുവ് വരും എന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം ഒരു വഴിക്ക് ഇറങ്ങി തിരിക്കാനായിട്ട്. ഇനി ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പ്രായത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെയാണ്. 2.5 വയസ്സുള്ള വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക്, കുട്ടികൾക്ക് ചെറിയ ചില്ലറ അസുഖങ്ങളല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഒരു രീതിയിലും വരാനുള്ള സാധ്യത കാണുന്നില്ല. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലെ വിദ്യാഭ്യാസം എല്ലാം നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. വേറെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയം കാണുന്നില്ല. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ചില അശ്വതി നക്ഷത്രക്കാർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് അവർക്ക് സ്ഥലം മാറുന്നതിനുള്ള ഒരു സാഹചര്യം കൊണ്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ളൊരു അസുഖമാകാനാണ് സാധ്യത.
അതുപോലെ തന്നെ ഇതിൽ ചിലർക്ക് വിദേശത്തേക്ക് പോയി പഠിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുന്നതാണ്. അതിൽ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് അവർ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാലും നല്ല തൊഴിൽ അവർക്ക് തീർച്ചയായിട്ടും അതുമൂലം ലഭിക്കുന്നതാണ്. ആ നല്ലൊരു തൊഴിൽ ലഭിച്ചൊരു സാമ്പത്തിക സ്ഥിരത അവർക്ക് ഉണ്ടാവുന്നതാണ്. അതുമൂലം അവർക്ക് നല്ല ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാനും പുതിയ ഒരു വീട് വാങ്ങാനും അതുപോലെ വാഹനം വാങ്ങാൻ എല്ലാത്തിനും അവർക്ക് ഒരു ഭാഗ്യം കിട്ടുന്ന ഒരു സമയമാണ്. സന്താന ഭാഗ്യവും അവർക്ക് ഉണ്ടാകുന്നു. നല്ല മിത്രങ്ങളെയും ലഭിക്കുന്നു. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് കൂടുതലും തീപ്പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടാകുന്ന ഒരു സർജറിയോ അല്ലെങ്കിൽ വീണിട്ട് ഉണ്ടാകുന്ന ഒരു ഒടിവ് ചതവ് മൂലമുള്ളതോ ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർ അറിയാണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ ചതിവ് മൂലം ജയിലിലാകാൻ ഒരു സാധ്യത കാണുന്നതിനാൽ നിങ്ങൾ വിദേശത്ത് പോകുന്ന ആൾക്കാരായിരുന്നാലും തിരിച്ചു വരുന്ന ആൾക്കാരായിരുന്നാലും വിദേശത്ത് വെച്ചായിരുന്നാലും ഒരു ചതിവിൽപ്പെടാണ്ട് നോക്കുക. അത് ചതിവിൽപ്പെടാനൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ഛനമ്മമാരും ഉറ്റ ബന്ധുക്കളും എല്ലാവർക്കും ആർക്കെങ്കിലും ചെറിയ ഒരു വേർപാട് വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പം വളരെ അകന്ന രീതിയിൽ ദൂരസ്ഥലത്തായിരിക്കാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം ഉണ്ടാകാം. അന്യനാട്ടിൽ വസിക്കുന്നതിനും ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്നും ചിലർക്ക് ചില പരാതി അപവാദം എന്നിവ കേൾക്കേണ്ടതായിട്ടൊരു സാഹചര്യം വരാം. നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് അല്ലെങ്കിൽ അറിയാത്ത കാര്യത്തിന് ഒരു മനപ്രയാസം ഉണ്ടാകാം. ഇണയുടെ ഒരു മരണം നിങ്ങൾക്കൊരു വേർപാടുണ്ടാക്കാം, ഒരു ദുഃഖമുണ്ടാക്കാം. ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത ഭരണി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം യാതൊരു തടസ്സവുമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇതിൽ ചില ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ഗുണനിലവാരമുള്ള വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ളൊരു ഭാഗ്യവും അവർക്ക് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതിൽ ചിലർക്ക് ചിത്രരചന പഠിക്കുന്നതിനും സംഗീതം പഠിക്കുന്നതിനും മറ്റുള്ള കലകൾ അഭ്യസിക്കുന്നതിനും കൂടിയുള്ള ഭാഗ്യം അവർക്ക് സമയം കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ചെറിയ ദുഃഖങ്ങൾ ചിലർക്ക് വരാം. ചെറിയൊരു ധനനഷ്ടം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അച്ഛനമ്മമാർക്ക്. അതുപോലെ ഇതിൽ ചിലർ വിദേശത്തേക്ക് പഠനത്തിനായിട്ട് പോകാനൊരു സാധ്യതയുണ്ട്. അതുപോലെ അപകടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ സമയം വാഹനങ്ങളൊക്കെ ഓടിക്കുന്നതിലേക്ക് വേണ്ടി. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് പല ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് പ്രതീക്ഷിച്ച നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. അവർ വളരെ സ്വപ്നം കണ്ടിരുന്ന നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെ നല്ല തൊഴിൽ ലഭിക്കുക, മനസ്സന്തോഷം, ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുമ്പോൾ മനസ്സിനും സന്തോഷം, എല്ലാ രീതിയിലും സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ്. കൂടാതെ തന്നെ ഇഷ്ടപ്പെട്ടൊരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇതിൽ ചില ഭരണി നക്ഷത്രക്കാർക്ക് ചില അലർജി മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില ഭരണി നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് കൂടുതലും വയർ സംബന്ധമായ കാര്യങ്ങൾക്കുള്ളൊരു സർജറിയാണ് കാണുന്നത്. അതിൻ്റെ വയറിലുള്ള അവയവങ്ങൾക്കുള്ളൊരു സർജറിയാണ് കാണുന്നത്. ഇതിൽ ചിലർക്ക് ചില മോശം ആയ നടപടികളിൽ കൂടി നീങ്ങുകയാണെങ്കിൽ, കൂട്ടുകെട്ട് മോശമാണെങ്കിലോ അല്ലെങ്കിൽ ദേശവിരുദ്ധമായോ അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരു അകപ്പെടുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാണ്ടെയോ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പെട്ടു കഴിഞ്ഞാൽ കോടതി കേസ്, ജയിൽവാസമൊക്കെ വരാൻ ഈ സമയം ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിശേഷിച്ചും വിദേശത്ത് ജോലിയുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു മരണഭയം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യം അവർക്ക് ജീവിതത്തിലെ പല നൈരാശ്യങ്ങൾ ഇങ്ങനെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർക്ക് അശ്രദ്ധ കാണിക്കുകയും എല്ലാവരെയും വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തത് മൂലമുള്ള ചില കോടതി കേസുകൾ, നടപടികൾ ഉണ്ടാകുന്നവർക്ക് ജീവിതത്തിൽ തന്നെ മരണഭയം ഉണ്ടാകാം, നിരാശ ഉണ്ടാകാം, എല്ലാവരോടും ഒരു വെറുപ്പുണ്ടാകാം. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുള്ളതിനാലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് വിദേശത്തുള്ളവർ. ഈ സമയം ഒരു വിഷബാധ ഏൽക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ വ്യാപാരത്തിൽ നഷ്ടം വരാം, ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം വരാം. ഇണയോട് നീതി പുലർത്താൻ ഇതിൽ ചിലർക്ക് സാധിക്കാത്തൊരവസ്ഥയും വരാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു ശാന്തി അവർക്ക് ലഭിക്കുന്നു. തീർച്ചയായും എല്ലാവരുമായി ഒത്തുകൂടി കുടുംബത്തിൽ ഒരു നല്ലൊരു സമാധാനം, കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് വളരെ സന്തോഷമുള്ളൊരു ജീവിതം അവർക്ക് ലഭിക്കുന്നു. കൂടാതെ ഇതിൽ ചില ആൾക്കാർ പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിയുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. അത് അവർക്ക് ഇണയുടെ മരണം, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുക, അങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങൾ വരേണ്ട ഒരു കാരണം കാണുന്നുണ്ട്. അടുത്ത് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരികമായി അവർക്ക് നല്ല സുഖം ലഭിക്കും, അതുപോലെ മനസ്സമാധാനം ലഭിക്കും. ഈ കുട്ടിക്ക് വെള്ളി, സ്വർണം മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളായിട്ട് കിട്ടേണ്ട ഒരു ഭാഗ്യവും കൂടി ഈ സമയം കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ സർജറി അവർക്ക് വേണ്ടി വന്നേക്കാം. എല്ലാവർക്കുമല്ല, ചില കാർത്തിക നക്ഷത്രക്കാർക്കാണ്. അതുപോലെ ഇതിലെ കൂട്ടുകെട്ടുകൾ മോശമായി ദുർനടപടികളുണ്ടെങ്കിൽ ഈ സമയം അവർക്ക് ജയിൽവാസവും കാണുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനമ്മമാർ ഈ സമയം കുട്ടികളെ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം നേരത്തെ എന്തെങ്കിലുമൊക്കെ മോശമായ ഒരു നടപടികൾ കൂടിയാണ് നീങ്ങിയെന്നെങ്കിൽ അവർക്ക് ഈ സമയവും വളരെയധികം കഷ്ടകാലമായിരിക്കും. അല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവും കാണുന്നില്ല. അതുകൊണ്ട് ജീവിതം ശ്രദ്ധിക്കുക. ഒരു ധനനാശം കാണുന്നു, ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്, മനപ്രയാസം വന്നേക്കാം. ഒരുപക്ഷെ ഇവർ ഇങ്ങനെ അകപ്പെട്ട ആൾക്കാരാണെങ്കിൽ പിന്നീട് അവർ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും ബാധിക്കുന്നതല്ല, അവർക്ക് നല്ല ഭാവി അവർക്കുണ്ടാകുന്നതാണ്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ നഷ്ടമായത്, അപ്പം ഇതിൽ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബുദ്ധി മോശം കാണിക്കുകയും പ്രവൃത്തിയൊക്കെ മോശമായിരുന്നാൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയമെങ്കിലും അവർ നല്ല രീതിയിൽ അവർ ശ്രമിച്ച് ധനവും ഐശ്വര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകേണ്ട സമയമായതിനാൽ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവർക്ക് മറ്റുള്ള ജോലിയിലുള്ള തടസ്സങ്ങളും അവർക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ ചില ആൾക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമുണ്ട്. ചെയ്യാത്ത കാര്യത്തിനൊക്കെ ഒരു പരിഹാസം ഉണ്ടാവാം. അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിൽ പിണങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അന്യനാട്ടിൽ താമസിക്കാനായിട്ട് നിർബന്ധപൂർവ്വം അന്യനാട്ടിൽ താമസിക്കേണ്ടതായിട്ടും ഈ സമയം വന്നേക്കാം. വാദം മുതലായ ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് അവർക്ക്. വേറെ പ്രത്യേകിച്ച് വളരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അവർക്ക് ധനത്തിനും ധാന്യത്തിനും മറ്റെല്ലാത്തിനും സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. ഇവിടെ വിവരിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.